അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു പരീക്ഷാ കേന്ദ്രമാണ് അല്ലേ. നമ്മളിവിടെ പരീക്ഷ എഴുതുകയാണ്. ഇതിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മുടെ മരണത്തോടു കൂടെയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരണത്തോടു കൂടെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളായി എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ സ്വർഗത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മൾ അത് ഓർമ്മപ്പെടുത്തിയതാണ്. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഇവിടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മളെത്തി അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറണം. എന്നാൽ ചില ആളുകളുണ്ട്, അവർ നിസ്കരിക്കും, നോമ്പെടുക്കും, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ നന്മകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് കാണാറില്ല. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങനെ ചില ആളുകൾ വേവലാതിപ്പെടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന്, ആ ഒരു ചിന്തയിൽ നിന്ന്, ആ ഒരു അപകടത്തിൽ നിന്ന് നമ്മളൊക്കെ ഒന്ന് മാറി നിൽക്കാൻ അല്ലേ, നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കണം. അത് നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയാണ്. ദുനിയാവിൽ നമ്മൾ ജീവിച്ചിട്ട് നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയ അവസ്ഥയാണെങ്കിൽ, നമുക്കൊന്നുമില്ല എങ്കിൽ പിന്നെ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു എന്നതിന് എന്താണ് അർത്ഥമുള്ളത്? ഇവിടെ നമുക്ക് കേൾക്കുമ്പോൾ സ്വർഗം നരകം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ഉണ്ടോ ഇല്ലേ എന്ന് ചില ആളുകൾക്ക് സംശയമാണ്. നരകം സ്വർഗം അത് ഒരു സിമ്പിളാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മാത്രം പേടിയും ബേജാറും ഭയവും ഉള്ളിലേക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ 100% ഉറപ്പാണ് അല്ലേ. ആ ഒരു അവസ്ഥ എത്തുന്ന സമയത്താണ് നമുക്കതിനെക്കുറിച്ച് അതിൻ്റെ ഗൗരവം എത്രത്തോളമായെന്ന് നമുക്ക് പറയാൻ കഴിയാം. ഖബർ കേട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരയും. കാരണം ഖബറിനകത്ത് ഒറ്റക്കായിരുന്നല്ലോ എന്നാണ് മഹാനവറുകൾ ചോദിക്കുക. അവിടെയല്ലേ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് എന്നാണ് മഹാനവറുകൾ ചോദിക്കുക. എന്നാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ നമ്മുടെ നന്മയും തിന്മയൊക്കെ തൂക്കപ്പെടുമ്പോൾ നമ്മുടെ നിസ്കരിച്ചും നമ്മൾ നോമ്പെടുത്തും മറ്റു അമലുകളും കാണാനില്ല എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. മഹാനായ ബിശ്ർ ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു കാര്യമുണ്ട്. ലാ യജിദു ഹലാവത്തൽ ആഖിറ, ആഖിറത്തിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു രസമുണ്ട്, ഒരു മാധുര്യമുണ്ട് അവിടെ കിട്ടുന്ന. അവിടെ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ദുനിയാവിൽ ഒരുപാട് അമൽ ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് എത്തി, അവിടെ നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് അറിയുന്ന ഒരു വലിയൊരു മാധുര്യമുണ്ടല്ലോ. ആ മാധുര്യം അറിയപ്പെടാൻ കഴിയാത്ത ചില ആളുകളെ കുറിച്ച്, ഒരു വിഭാഗത്തെ കുറിച്ചിട്ട്, ആ അമലുകളെക്കുറിച്ച് ഒരിക്കലും അവൻ്റെ ചെയ്ത അമൽ അവിടെ കാണില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് മാനവകൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്ന അമലാണെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ കാണാത്തത്. മഹാനവറുകൾ പറയാണ്, റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു നാസ്, ആ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ദുനിയാവിൽ വെച്ചിട്ട് അമലുകൾ ചെയ്ത മനുഷ്യനാണ്. മറ്റുള്ളവരെന്നെ കുറിച്ചിട്ട് ഞാൻ നല്ല നിസ്കാരക്കാരനാണ്, നോമ്പെടുക്കുന്നവനാണ് എന്ന് മറ്റുള്ളവർ വിശേഷണം പറയാൻ വേണ്ടി ഇവിടെ നിന്ന് നോമ്പെടുത്ത ആള്, നിസ്കരിച്ച ആള്, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്ത ആള്, ഇവരെ കുറിച്ചാണ് മഹാനവറുകൾ അങ്ങനെ ഉദ്ദേശിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്താ അറിയോ? നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് എല്ലാ നന്മകളും എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ നന്മകൾ, നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും അതൊന്നും കാണില്ല. ഈ വ്യക്തി ചോദിക്കത്രേ, എവിടെയാണ് എൻ്റെ അമലുകളൊക്കെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു തആല പറയും, നീ നിസ്കരിച്ചത് ഇന്ന വ്യക്തി കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? നിന്റെ നാട്ടുകാർ കാണാനല്ലേ? അല്ലെങ്കിൽ കൂട്ടുകാരൻ നിസ്കരിക്കുന്നവരെന്ന് പറയാനല്ലേ? അല്ലെങ്കിൽ നിന്റെ ഒപ്പം നിസ്കരിച്ച ആൾ ഇവന് നല്ല ഹുശൂ ഉള്ള നിസ്കാരമാണ്, ഇബാത്താണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് പോയിട്ട് നിന്റെ അമല്, നിന്റെ പ്രതിഫലം മേടിക്കുകയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അത് അവന് കണ്ടു കഴിഞ്ഞു. അതായിരുന്നു എൻ്റെ ആഗ്രഹം, അത് കണ്ടു. ഞാൻ കാണാൻ വേണ്ടിയിട്ട് നീ ഇബാത്ത് ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാ ഹദീസിൻ്റെ കിതാബുകളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നൊരു കാര്യമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എന്താണോ നമ്മുടെ നിയ്യത്ത് അതുപോലെയാണ് നമ്മുടെ ഇബാദത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പടച്ചറബ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എന്താണ് നമ്മുടെ നിയ്യത്ത് അതുപോലെയാണ് നമ്മുടെ അമൽ. നമ്മൾ അള്ളാഹു കാണാൻ വേണ്ടി ചെയ്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നൽകും. ഇനി അല്ല, മറ്റുള്ളവർ കാണാനാണ് നമ്മൾ ചെയ്തെങ്കിൽ അത് മറ്റുള്ളവർ കണ്ടു, അത് അവർക്ക് സന്തോഷം പറയും, അതോടുകൂടെ കഴിഞ്ഞു. മനസ്സിലായോ? നിസ്കാരം കാര്യങ്ങളും നമുക്ക് അതുകൊണ്ട് ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് പ്രതിഫലാർഹമായിട്ട് നാളെ ഉപകരിക്കില്ല. നാളെ അത് ഉപകരിക്കണമെങ്കിൽ അള്ളാഹു തആല കാണണം എന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് നമ്മൾ ഏത് അമൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിയ്യത്ത് ഒന്ന് നന്നാക്കിയിട്ട്
നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ശ്രമിക്കുക. റബ്ബ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.